ഗൈസ് ആയുധം വെച്ച് അടിച്ചടി വഴി ഒരു കൊല ഇവിടെ വീണ് കിടക്കുന്നുണ്ട്. കുറേ ആയി വീണ് കിടക്കുന്നു. അവൻ ഇന്ന് ആദ്യം വെട്ടിയെടുത്തേക്കാം. ഇന്നെന്ന് വെച്ചാൽ കൃഷി വിളവെടുക്കുന്നുണ്ടോ താത്ത ഇത് റോബസ്റ്റാണ്. ഇനി ഒന്നും കൂടി വെട്ടാനുണ്ട്. ഇനിയുള്ളത് നമ്മുടെ കണ്ണൻ്റെ പ്രിയപ്പെട്ട പഴട്ടോ, കദളിക്കൊല. അവിടെ 2 ദിവസം മുമ്പ് ഞാനൊരു വാഴ വെട്ടിയത്, അത് വീണ് പോയി. കൊല ആരോ വെട്ടിക്കൊണ്ടോയോ എന്നുള്ളത് നോക്കട്ടെ. ലൈവായിട്ട് വല്ല പാമ്പും കടിച്ച് ചാടുന്നാ മതി. ഇങ്ങോട്ട് കയറണ്ട. കദളിക്കുല ഇവിടെ ആദ്യമൊക്കെ കദളി ഉണ്ടാകുന്ന സമയത്ത് ഇത് കൊണ്ട കൊടുക്കാനായിട്ട് ഗൃഹമായിരുന്നു കേട്ടോ. വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. അവിടെ ഒരു കൊലയുണ്ട്. ആരോ വെട്ടിക്കൊണ്ടോയെന്നുള്ളത് നോക്കട്ടെ. ആരോ കൊണ്ട് ഇല്ല, വണ്ടി അരിഞ്ഞു പോയതാ. ആരും വെട്ടിയതല്ല, വണ്ടി കയറിപ്പോയതാണ്. ഇനി 2 ദിവസം മുമ്പാണ് ഇതിൻ്റെ 2 ദിവസമല്ല കേട്ടോ, ഒരാഴ്ച 10 ദിവസം മുമ്പങ്ങണ്ട് ഇത് ഒടിച്ചാൽ നന്നായിട്ട് വാഴ വീണ് വന്നിവിടെ മണ്ണ് കുറവായിട്ട്. എൻ്റെ ഇക്കാക്ക ഉണ്ടായിരുന്നെങ്കിൽ ഒക്കെ ഒന്ന് മണ്ണിടുമായിരുന്നു. ഇല്ലല്ലോ ഇവിടെ പൂങ്കലം കിട്ടില്ലല്ലോ. ഇനി ഇല്ല എന്നാണ് തോന്നുന്നത്. അതൊന്നും മൂത്തിട്ടില്ല. അതുമ്മലുണ്ടോ ഇവിടെ? എൻ്റെ കാക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് കേട്ടോ, നിറയെ വാഴ നട്ടിട്ടുണ്ട്, പല തരത്തിലുള്ള വാഴ. അതുകൊണ്ട് ആഴ്ചക്ക് എപ്പോഴും കൊല വെട്ട. വീട്ടിനുള്ളിലുള്ള കൊല ഇതുവരെ ഇവർ തിന്ന് തീർത്തിട്ടില്ല. കദളിക്കൊല. അപ്പം 2 കൊലയാണ് ഇപ്പം ഇന്ന് വെട്ടിയത്. ഇനി ബാക്കിൽ എവിടെയോ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ തപ്പിയാൽ വേറെ കിട്ടും, പക്ഷെ തപ്പാൻ പോകാനാവുന്നില്ല. കണ്ണിന് നേരിക്കാൻ കദളിപ്പഴം. ഈ എന്തോന്നാ പറയലില്ലേ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വീട്ടിലുണ്ടായ ഒരു വില ഉണ്ടാവില്ല എന്ന്. ഇവിടെ അങ്ങനെയാ പിള്ളേർക്ക് യാതൊരു വിലയില്ല. യാതൊരു എടുത്തുകൊണ്ടോട്ടെ, യാതൊരു വിലയില്ല ഇവർക്ക്. പഴം നാച്ചുറലായിട്ട് അല്ലെങ്കിൽ ഒരു വളവും ഇവിടെ ഇടാറില്ല കേട്ടോ. ഒരു വളം ഇല്ലാത്ത നല്ല സാധനം. പക്ഷെ ഇവർക്ക് തിന്നാൻ ഭയങ്കര മടിയാണ്. കുറച്ച് ഉപ്പേരി അങ്ങാൻ വെച്ചിട്ട് കൊടുക്കേണ്ടി വരും. തിന്ന് കഴിക്കും. ഇത് കുറേ ദിവസമായി ചെരിഞ്ഞ് കിടക്കുന്നത്. വെട്ടണം എന്ന് കരുതിയിട്ട്. അകത്ത് എത്ര കൊലുണ്ട് മോനെ? ഉറക്കം പറ. ഇനി ഇങ്ങനെ കാണിച്ചാൽ ഓൽക്ക് മനസ്സിലാവില്ല. 2 കൊല അകത്തുണ്ട്. തിന്നുന്നില്ല ഗൈസ്. ഇത് ആർക്കെങ്കിലും തിന്നുന്നോൽക്ക് കൊടുക്കാം. എനിക്കാക്കാൻ വന്നാൽ മൊത്തക്ക് കൊടുക്കണം. ഇന്നത്ര കൃഷി വിളവ് എന്ന് പറഞ്ഞതാ. ഇന്നത്തെ കൃഷി ചെയ്താ ഈ 2 ഇല്ല കൊല കാണുന്നില്ലേ? ഈ 2 കൊല കേട്ടോ ഇന്ന് വെട്ടിയത്. നമ്മൾ വൈൻഡപ്പ് ചെയ്തതാണ്. ചുമ്മാ പുറകിലേക്കൊന്ന് വന്നതാ. ദേവന്ന് എടുക്കുന്ന വേറൊരു കൂട്ടിട്ടില്ല കേട്ടോ.
അടുത്ത കൊല. ഇത് മൂക്കാതെ കൊല വീണ് പോവുക ചെയ്യുന്നത്. ഒന്നാമത് മണ്ണ് കുറവാണ്, പിന്നെന്ന് വെച്ചാൽ ഒന്നും കുത്തു കൊടുത്തിട്ടില്ല, അതുകൊണ്ട്. അപ്പം ഇതടക്കം 3 കൊല. പേരൊക്കെ ഉണ്ട് കുറേ പഴുത്ത്, പക്ഷെ പറിച്ച് തിന്നാൽ ശരിയാവില്ല, നിപ്പയൊക്കെ ഉള്ളതാണ്. ഇനി എവിടെയെങ്കിലും കൊല ഉണ്ടോയെന്ന് തപ്പിയാൽ ഒരു പക്ഷേ കിട്ടും, പക്ഷേ വീണ്ടും ഞാൻ തപ്പുന്നില്ല. അങ്ങനെ നടക്കടാ. കൃഷിക്കുള്ള പുരസ്കാരം എനിക്ക് കിട്ടേണ്ടി വരും ഈ വർഷത്തെ. അപ്പോൾ ഇത് 3 ടൈപ്പ് പഴങ്ങളാട്ടോ. ഒന്ന് കദളിക്കൊലയാണ്, ഒന്ന് റോബസ്റ്റാണ്, ഇത് മൈസൂർ കൊലയാണ്. 3 കൊലകൾ. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ കിട്ടാത്ത ആൾക്കാർക്കാണ് ഇതിൻ്റെയൊക്കെ വാല്യൂ അറിയാം. ഒരു വളം ഇടാതെ നല്ല നാച്ചുറലായിട്ടുണ്ടായ കൊലകളാണിത്. ഇതൊക്കെ ചിലർ വിചാരിക്കും പിള്ളേർക്കൊക്കെ കൊടുക്കാൻ ഒരു പഴം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന്. എൻ്റെ മക്കളെ കൊണ്ട് തിന്ന് തീർക്കാനും ആണില്ല. ഏതായാലും തിന്നുന്ന ആർക്കെങ്കിലും കൊടുത്താളണം. വെറുതെ ഇവിടെ കിടത്തിയിട്ട്, ഞാൻ പറഞ്ഞില്ല 2 കൊല വീട്ടിൻ്റെ ഉള്ളിലുണ്ട്. ചുമ്മാ പറയുന്നല്ല, തള്ളല്ല ഗൈസ്, വേണേൽ കാണിച്ചു തരാം. അത് തന്നെ ജ്യൂസ് അടിച്ചും അവിലിലിട്ടും ഒക്കെ എങ്ങനെയോ ഇവരിങ്ങനെ വലിക്കുക ചെയ്യുന്നത്. അതിൻ്റെ ഇടയിലേക്ക് ഇനി ഒരു 3 കൊലയും കൂടി ഇവരെ കൊണ്ട് താങ്ങൂല. 2 മക്കളാണ്. അല്ലേ എൻ്റെ കാക്ക നാട്ടിൽ വേണം, കാക്കൻ്റെ കാക്ക അങ്ങ് തിന്നുള്ളൂ. അപ്പം അങ്ങനെയാണ്. ടാറ്റാ.